ഹായ് ഹലോ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ വീഡിയോ വരുമെന്ന് തോന്നുന്നു. ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടാകുമ്പോൾ ഒരു ഇൻട്രസ്റ്റായി, വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന്. ഇൻട്രസ്റ്റ് മാത്രമല്ല, ഫോൺ സ്റ്റക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഫോൺ സ്റ്റക്കായെങ്കിലേ എടുത്ത വീഡിയോസെല്ലാം വെറുതെ ആവും, ഇത്ര ദിവസം വെച്ചതെല്ലാം. അപ്പോൾ ഞാൻ നോക്കട്ടെ, കഴിയുന്നെങ്കിൽ ഇതും കൂടി ഒന്ന് അപ്ലോഡ് ആക്കാം. ഇന്ന് തന്നെ കഴിയുമോയെന്ന് അറിയില്ല, അപ്പോഴേക്ക് മൂഡ് പോകുമെന്ന് അറിയില്ല. ഇപ്പോൾ അത് പണിയില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. ഇത് സംഭവം എന്താ പറയുക, രാവിലെ നല്ല മഴ വരുന്നുണ്ടെന്നില്ലെങ്കിൽ മഴ വരുന്നുണ്ട്. ഇത് നല്ല വിറ്റുണ്ട്. ഇപ്പം ഞാൻ അടമഴയിട്ടില്ല, ഇപ്പം മാരിച്ചത് ഉമ്മ അടമഴ വരുന്നുണ്ട്, അടമഴ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇല്ലേ, ഫുഡാക്കാനുള്ള ഒരു ഇതേയില്ല. മഴ എന്നെ നോക്കി നിന്നിനെ ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അസറോട് മില്ലറ്റ് ആവുന്നേക്കും ആവുന്നില്ല. പിന്നെ നമുക്ക് എന്ത് പടിയില്ലല്ലോ. അങ്ങനെ നല്ല ചൂട് തിളക്കുന്ന പാലിലേക്ക് മില്ലറ്റ് ഇട്ടിട്ടില്ല. ഞാൻ അസറോലെല്ലാം കഴിക്കുന്നുണ്ട്. പുറത്ത് നോക്ക്, അങ്ങനത്തെ മഴ വരുന്നുണ്ട്, നല്ല വരുന്നുണ്ട്. രാവിലെ ഉണ്ട്, കുറേ ദിവസം മഴയിലാണ്ടുണ്ടായില്ല, ഒരു വെയിൽ തന്നെ. പക്ഷേ ഇന്നലെ മുതൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിക്കുന്ന ഒകറിനെ ഉണ്ടാക്കിന് വേണമെന്നിട്ട് എല്ലാം ഉമ്മ ബാബിയെല്ലാം വിളിക്കുമ്പോൾ ഞാൻ പുള്ളറേക്കൽ എന്ത് സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുവായിരുന്നു. ആ പുള്ളറേക്കൽ ഇന്ന് പക്ഷേ നല്ല മഴ വരുന്നുണ്ട്. കുടയും പിടിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ ആസായിട്ട് കഴിയുന്നില്ല. മഴ വരുമ്പോൾ ഞാൻ പുള്ളറാട്ടി കേട്ടറിഞ്ഞ അതിനെന്തൊക്കെ ഞാൻ എന്നെ കുട പിടിച്ചിട്ടില്ല, ഞാൻ എന്നെ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് ഉമ്മ ഒകറിനുണ്ടിയും നല്ല മുട്ടക്കറിയെല്ലാം തന്നിട്ടുണ്ടായി. അങ്ങനെ പോയിട്ട് മെങ്ങിക്കൊണ്ട് വന്നിട്ട് അതിന് ശേഷം വീണ്ടും നമുക്ക് പോകാൻ പോയിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇല്ലേ, എല്ലാവരും ഉമ്മമാരും പിള്ളമാരല്ലേ പറയുന്നത് മഴ വരുന്നുള്ള കാലത്ത്. പക്ഷെ എനിക്ക് എന്നെ എന്തോരം ഇഷ്ടം ഈ മയത്ത് ഇങ്ങനെ കുട പിടിച്ച് നടക്കാനല്ല. പണ്ട് സ്കൂളിലേക്ക് നടന്നിട്ട് കുട പിടിച്ചിട്ട് പോയതെല്ലാം ഇങ്ങനെ ഓർമ്മ വന്നു പോകുമ്പോഴേക്ക് എന്തോരം മജയല്ല. ആ മജ ഇപ്പോൾ പോകുന്ന ആ കാറിൽ ക്ലാസ് എടുത്തിട്ട് പോയെങ്കിൽ എന്തത് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾക്കൊരു ഇതാകുമ്പോൾ ഇല്ലേ, ഇങ്ങനെ വെറുതെ കുടയും പിടിച്ചിട്ട് ഗ്രൗണ്ടിൻ്റെ തോളം പോയിട്ട് വരലുണ്ട്. അതിനായിട്ട് അപ്പുറം പോകാൻ തരില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ഇതെല്ലാം ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നില്ല, ഒരു ദിവസം തന്നെ വീഡിയോ അല്ല, കുറേ മാസങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ച ക്ലിപ്സാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായിട്ടുണ്ടാവും എടുത്തിട്ടും വെച്ചിട്ടെല്ലാം. അതിൻ്റെ ഇടയിൽ ഓരോ വീഡിയോ ഇടുന്നു, പിന്നെ കുറേ പെൻഡിങ്ങാണ്, പിന്നെ വീഡിയോ ഇടുന്നു, പിന്നെ പെൻഡിങ്ങാണ്. ഏകദേശം ഇപ്പോൾ എത്ര ദിവസം ഇങ്ങനെ പോയതൊരു മജയില്ലാത്ത ഡേയാണ്, കുറേ ദിവസം പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനുള്ളൊരു മൂഡില്ല, ഇങ്ങനെയില്ല അങ്ങനെല്ലാം ആയതുകൊണ്ട് തന്നെ പിന്നെ എടുത്ത വീഡിയോസിനെ ഡിലീറ്റ് ആക്കാനും മനസ്സിലായിരുന്നില്ല. പിന്നെ കുറേ ഉംറൻ്റെ എല്ലാ വീഡിയോ ഉണ്ടായി, ഒരു വക ഉണ്ടായി, അതെല്ലാം ഞാൻ ഡിലീറ്റ് ആക്കി. സ്റ്റോറേജ് ഫുള്ളുമായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് എന്തെല്ലാം ഐറ്റം ഡിലീറ്റ് ആക്കി. അങ്ങനെ നമുക്ക് ബന്ധമരുന്നില്ല റെഡി ഉണ്ട്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ബന്ധമരുന്ന് റെഡി ഉണ്ടാകുന്ന, എപ്പോൾ ചോദിച്ചെങ്കിൽ കിട്ടുമോ എങ്ങനെയെന്നെല്ലാം. അപ്പോൾ ബന്ധമരുന്നിന് kg 1300, ഹാഫ് kg 650. പക്ഷേ റെഡി ഉണ്ടാകുന്നില്ല. ഞാൻ റെഡിയാക്കിയിട്ട് വെക്കലേ ഇല്ല പുരയിൽ. ഒരു 3-4 ഓർഡർ ഒന്നിച്ചിട്ട് 5 ഓർഡർ ഒന്നിച്ചിട്ട് കിട്ടുമ്പോൾ ഒരിക്കൽ ഉണ്ടാക്കും. ഓർഡർ ആക്കിയവർക്ക് അപ്പം തന്നെ കൊടുത്തിട്ട് ക്ലിയർ ആക്കും, ഫ്രഷ് ഓർഡർ തന്നെ. പിന്നെ വീടെടുത്ത് വെച്ചിട്ട് അപ്പോഴേക്കപ്പോൾ ആരെങ്കിലും കേട്ടെങ്കിൽ ഉണ്ട് എന്നിട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ പരിപാടിയില്ല. അത് ബന്ധമരുന്നൊന്നല്ല, എന്തും ഇല്ല എൻ്റെ അടുത്ത്. ഇപ്പോഴെല്ലാം ഞാൻ ഇത്ര അപ്പങ്ങളെല്ലാം ചുടുന്നു, ഗൾഫിലേക്കുള്ള അപ്പങ്ങൾ അത് ഇതെല്ലാം. ഇപ്പോൾ ആരെങ്കിലും 1 കിലോ അത് വേണോ, 1 കിലോ ഇത് വേണോ, 1 കിലോ ചട്ടിപ്പത്തൽ പൊരിയപ്പോലെ വേണോ, അല്ലേ ഞാൻ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ അത് ഉണ്ടാക്കും, അത്ര തന്നെ. അതിലെന്തെങ്കിലും ഒരു ചില്ലറ ബാക്കിയായി ഞാൻ വൈകുന്നേരം ചായ കൂട്ടും, അങ്ങനെ എന്തെങ്കിലും ആക്കാം. അല്ലാണ്ട് നാളെ ഓർഡർ ചിലപ്പോൾ കിട്ടും 1 കിലോ ചുട്ടിട്ട് വെക്കാന്നിട്ട് ഞാൻ അങ്ങനെ വെക്കലേ ഇല്ല. നമുക്കൊരു സമാധാനമാകുന്നില്ല, എന്ത് കഥയെന്നറിയുന്നില്ല. പിന്നെ നാളെ ഓർഡർ ഉണ്ടെങ്കിൽ നാളെ ഉണ്ടാക്കും വെയിലോട്ട്. അതുമല്ല ഞങ്ങൾക്ക് ഇന്ന് ചീപ്പരിപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ നാളെ വിരുന്നിൻ്റെ ഓർഡർ ആയിരിക്കും. ബിരിയാണി, ചിക്കൻ ഫ്രൈ അങ്ങനത്തെ. മറ്റൊന്ന് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ. പിറ്റേ ദിവസം അച്ചാറ്, ബന്ധമരുന്ന് അങ്ങനത്തെ ഓർഡർ ആയിരിക്കും. അപ്പോൾ നമുക്ക് വെച്ചിട്ടാകുമ്പോൾ 2-3 ദിവസം ആകുമ്പോൾ നമുക്കൊരു സമാധാനമാകുന്നില്ല, എന്ത് കഥയെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഫ്രഷ് തന്നെ കൊടുക്കും. പിന്നെ അച്ചാറെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടാവും ഓരോർക്ക് അച്ചാറ് ഞാൻ ഫ്രഷ് തന്നെ കൊടുക്കലുണ്ട്. മാങ്ങാവും ഉപ്പും ചെറുക്കയും കൂട്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. എന്നിട്ട് ആരെങ്കിലും പെട്ടെന്ന് മാങ്ങേൻ്റെ അച്ചാറുണ്ടാക്കുമ്പോൾ അച്ചിരി കൂട്ടിയിട്ട് കൊടുക്കും, അങ്ങനെയും ആക്കലുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് മറ്റേ പൊട്ടാറ്റോ അല്ല സോറി അമ്പട്ടൻ്റെ അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ അതിട്ടിട്ട് വെച്ചിട്ട് അത് സെയിലായിട്ട് തീർന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2-3 ബോട്ടിൽ ഉണ്ടെങ്കിലായി അത്ര തന്നെ. അങ്ങനെ അപ്പോൾ ഇത് എടുത്ത വീഡിയോ എപ്പോഴത്തെ അറിയോ, മുഹറം 9-10 തോന്നിൻ്റെ. അപ്പോൾ നോമ്പെല്ലാം ഉണ്ടായി. അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചിക്കനാന്ന് ഓർമ്മയില്ല, അത് അതിനെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് റെസ്റ്റെല്ലാം എടുത്തിട്ട് പിന്നെ നേരെ ഒരു ഏകദേശം വൈകുന്നേരം അന്നാണ് കിച്ചണിലോട്ട് വന്നത്. കുറേ
ചക്കയെന്നില്ലെങ്കിൽ ചക്ക കിട്ടലേലേ കുറി നമ്മളെ പെറുവാടെല്ലാം വിറ്റതിന് ശേഷം ഇല്ലേ ചക്ക ഭയങ്കര ഷോട്ടാണ് കിട്ടുന്നത്. ചക്ക കാണുമ്പോൾ തന്നെ ഒരു പൂതി. അങ്ങനത്തെ ചിക്കൻ ഓർഡർ ആക്കി ചിക്കനെല്ലാം വന്നിന് എന്നെ തന്നെല്ലാം മേങ്ങിയിട്ടുള്ളിൽ വെച്ച്. അങ്ങനെ ചക്ക ഞങ്ങൾക്കിത് അരങ്ങത്ത് കിട്ടിയെങ്കിൽ ഉമ്മ ബാബി അങ്ങനെ ഇങ്ങനെയുള്ള തരും. പിന്നെ ബാബിൻ്റെ ഒരു കുഞ്ഞുമരമുണ്ട്, നമ്മളെ വീടിയ ഒരു കുഞ്ഞുമരമുണ്ട്. ഇങ്ങനെ നമ്മൾ ആശിച്ച പോലെ കിട്ടാൻ അങ്ങനെയില്ല. അപ്പോൾ മോരാലത്തെ എൻ്റെ കാക്കാൻ്റെ അമ്മ അങ്ങനെയെല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു വീഡിയോ ആക്കാനെല്ലാം ഒരു ഉണ്ടായിരുന്നു. ചക്കൻ്റെ അപ്പം ചുട്ടിട്ടുള്ളൊരു വീഡിയോ റെസിപ്പി ആക്കണം. പക്ഷെ അതിനൊന്നും കിട്ടിയിട്ടേയില്ല. അപ്പോൾ ഞാനൊരു ചക്കര കൊണ്ട് തന്നപ്പോൾ അതിന് ഫ്രിഡ്ജിൽ നല്ല ഇങ്ങനെ പൊന്നുപോലെ ചക്കര വെക്കലേയില്ല. ഇത് കിട്ടാത്തതുകൊണ്ടില്ലേ ഫ്രിഡ്ജിൽ നല്ല ടെന്നിലിട്ടെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇന്നൊരു ചക്കൻ്റെ അപ്പം ചൂടാണോ നമുക്കൊരു പുതിയ ഇന്ന് നോമ്പുള്ളത് ഡേ ആണ്. മുഹറം 9-ൻ്റെതാ 10-ൻ്റെതാ നമുക്കിത് ശരിക്കും ഓർമ്മയില്ല. 9-ൻ്റെയും തോന്നുന്നു. അപ്പല്ലേ ചക്ക ഉണ്ടാക്കിയേ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചക്ക അപ്പോൾ പിന്നെ ചക്കക്കുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കിന്. അതിനുള്ള അരിയും ചക്കയും തേങ്ങ ഞാൻ ഇതിടുന്നില്ല. തേങ്ങ ചേന വറുത്തിട്ടായിട്ട് അരക്കും അതിൻ്റെയൊക്കെ മിക്സ് ആക്കിയിട്ടിട്ടു. പിന്നെ തേങ്ങേൻ്റെ പീസ് ഇട്ടെങ്കിൽ പിള്ളേർക്കൊന്നും അത്ര ലൈക്കാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ തേങ്ങ വറുത്തിട്ട് ജസ്റ്റ് അരക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്രഷ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് നല്ല മണമുണ്ട് ഇങ്ങനെ വറുത്തിട്ട് ചക്കൻ്റെ കൂടെ മിക്സ് ആക്കിയെങ്കിൽ. അപ്പോൾ ഉപ്പ്, വെല്ലം, അരി, തേങ്ങ, ചക്ക എല്ലാം ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു ക്രഷ് ആക്കിയിട്ട് എടുത്ത് ഞാൻ എണ്ണയിലെടുത്ത് അതിനെടുക്കാം. ഓക്കെ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന മോമോസ് അത് ഇന്ന് കുറേ റെസിപ്പി ഉണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ബെമ്പേ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ 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 എല്ലാവർക്കും നോമ്പുണ്ട്, പിള്ളമാർക്കും എനിക്കും എല്ലാവർക്കും. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് എണ്ണയില്ലേ ഇത് ഞാൻ കടുമ്പിനാണ് കുഴച്ചത്, മോമോസിനല്ല. കടുമ്പിന് കഴിച്ചിട്ട് അപ്പോൾ ചട്ടിയിൽ കടുമ്പ് വേമ്പിച്ചു. എന്നിട്ടായിട്ട് വേദ ചക്കനെ ഞാൻ പേച്ചായിട്ട് എണ്ണയിലിട്ടിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് നമുക്ക് കറിയായിട്ട് ബീഫാണ് ഉണ്ടാക്കുന്നത്. ബീഫിൻ്റെ നല്ല പള്ളിക്കറി വറവില്ല, അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ ആ ചക്ക ഓരോരോ ബാച്ചായിട്ട് എടുക്കുന്നുണ്ട്. നല്ല ഉണ്ടായിട്ട് വന്നിന്. നമ്മൾ ഈ ചക്ക കിള്ളിയിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ചക്ക കൂടുതൽ വേണം, അരി കുറച്ചും വേണം. അരി കൂടുതലാകുമ്പോൾ ഒരു ഉറപ്പാണ്. അത് കിള്ളിയിടുന്നതിനായാലും ഇലയിലെല്ലാം വെക്കുന്നില്ലേ, അതിനായെങ്കിൽ എന്തിനായെങ്കിലും അങ്ങനെ. നിങ്ങൾ ചക്ക കൂടുതൽ അരി കുറച്ച് കുറവിടുക, നല്ല മധുരം ഇടുക, നല്ല ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിടുക, ഏലക്കിടുക, ജീരകം ഇടുക. അതെല്ലാം ഇടുമ്പോൾ നല്ലൊരു മണം വരുന്നത്. അപ്പോൾ തേങ്ങ വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ കൊട്ട തേങ്ങ പീസാക്കിയിട്ട് വറക്കുന്നില്ല അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. എങ്ങനെ വേണം ഇടാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഓക്കെ. അങ്ങനെ ഓരോരു ബാച്ചായിട്ട് ഞാൻ ഓരോരു പണിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ ചക്കക്കിള്ളി ഇടുന്നുണ്ട്. അപ്പോൾ ബീഫ് കറിക്കുള്ള സെറ്റപ്പ് ഇപ്പോൾ ഞാൻ ഈ എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് വെക്കുന്നതല്ല. എല്ലാം ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ഇട്ടിട്ടില്ലേ ഒന്നാകെ മിക്സ് ആക്കിയിട്ട് വെക്കുന്നത് കുക്കറിൽ. എന്നിട്ട് ഇത് മാത്രമല്ല നല്ലൊരു വിറ്റുണ്ട് ഞാൻ പറയാം. അപ്പോൾ എല്ലാം ഇട്ടിട്ട് മുളക് പൊടി നമ്മൾ തന്നെ ഹോം മെയ്ഡ് മുളകാണ്, വറുത്ത മുളക് എല്ലാം ഇട്ടിട്ട് വെക്കുന്നുണ്ട്. മറ്റേ ഞാൻ മിക്സ് ഉണ്ടായിട്ടില്ലേ ചിക്കനിലേക്ക്, ബീഫിലേക്ക്, മട്ടനിലേക്കെല്ലാം ഉണ്ടായി, അത് തീർന്നിന്, തീർന്നിന് എൻ്റെ അടുത്ത്. അതൊന്നും സെറ്റാക്കണമെന്നിട്ട് പേലോട്ടായിട്ടേ ഇല്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല മിക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വേറെ ഇടണ്ട, എല്ലാം ഉൾപ്പെടുത്തിയ ഒരു പൊടിയാണ്. അപ്പോൾ അത് മാത്രം ഇട്ടാൽ മതി. അങ്ങനെ അത് തീർന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ വേറെ ഇടേണ്ടി വരുന്ന പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ല കൈ കൊണ്ട് നല്ല പാല മിക്സ് ആക്കണം. എന്നിട്ട് കുക്കറിലിട്ട് കൊടുത്തിന് ഒരു 4 വലിയ വിസിലും 4 ചെറിയ വിസിലും വന്നെങ്കിൽ മതി. ചെറിയ വിസില് വലിയ വിസിലില്ലെങ്കിൽ വലിയ ഹൈ ഫ്ലെയിമിൽ 4, ലോ ഫ്ലെയിമിൽ 4 മനസ്സിലായോ. അങ്ങനെ അതവിടെ ഗ്യാസിൽ വെച്ചിന്. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാം. മോമോസിന് കുറേ സൈബുള്ളർ പ്രാന്താക്കുന്നു. നോമ്പോക്കിട്ടാകുമ്പോൾ എന്തായാലും വേണമില്ലേ, തന്നെ രാവിലെ ബുക്കാക്കിന് അറിഞ്ഞു. അങ്ങനെ ഞാൻ മോമോസിനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കിന്. സാധാരണ മൈദ കുഴച്ചിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള ചിക്കനില്ലേ, അതിലേക്ക് ചിക്കൻ ഞാൻ മിക്സിയിൽ അടിച്ചിന്. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പിന്നെന്ത് പോയിട്ടത് ഉപ്പ്, ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുക. അതേത് വേണം നമ്മളെ കയ്യിലുള്ളത് എന്ത് വെച്ചിട്ട് ഇടാം. അതെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് എടുത്തിട്ട് അതിന് ശേഷമില്ലേ ഞാൻ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്ര വരെ അടിപൊളിയായിന്. എന്നിട്ടായിട്ടില്ലേ ലാസ്റ്റ് മോമോസിൻ്റെ ഷേപ്പ് എങ്ങനെയും വരുന്നില്ല. അത് നമുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഭേദമില്ലാത്തതുകൊണ്ടാണ് വരാത്തത് ഷേപ്പ്. പിന്നെ കൊടുക്കാനോ ആയി, പിന്നെ ഇതിനെന്നെ കളിക്കാനേ ടൈമില്ല. ഞാൻ എന്തൊക്കെ വന്ന ഷേപ്പ് മതി എന്നിട്ട് ഇതിലോ ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടറിയാം. പക്ഷെ ഇത് എളുപ്പമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത്ര ദിവസം ഞാൻ എന്തപ്പറ്റി ചെയ്യാത്തതെന്ന് കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ പക്ഷെ ചെയ്യാനൊരു ടൈം കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചെങ്കിൽ പാങ്ങുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു
മറ്റേ പോലെ മുടിഞ്ഞെങ്കിലേ അതിനേക്കാളും മജ ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ മുടിയാനുള്ള എല്ലാ തത്രപ്പാടിലും ഉണ്ട്. വീഡിയോ നോക്കുന്നു, യൂട്യൂബിൽ നോക്കുന്നു, ഇൻസ്റ്റായിൽ നോക്കുന്നു. പക്ഷെ അന്നങ്ങ് ഞാൻ ശല്യ പോലെ നിൽക്കുന്നില്ല. പിന്നെ എന്തെല്ലാക്കിയിട്ട് ആവിയിൽ വേവിക്കാൻ വെച്ചത്. ഇപ്പോൾ അത് അടുപ്പച്ചട്ടിയിലുള്ളത് മോമോസാണ്. അതവിടെ റെഡിയാകുന്നുണ്ട്. തേങ്ങ വറവ് എടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ തന്നെ എടുത്തിന്. അതിലേക്ക് ഞാൻ തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുത്തിന്. കറിവേപ്പിട്ടിന് കുറച്ച് ജീരകമില്ല, പെരുംജീരകം അതിട്ടിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിന്. 1 കിലോ ബീഫിന് 1 തേങ്ങ, 2 കിലോ ബീഫിന് 2 തേങ്ങ, 1/2 കിലോ ബീഫിന് 1 മുറി തേങ്ങ. അങ്ങനെ ഇട്ട് ആ കണക്ക് കറക്റ്റ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. പക്ഷെ കറക്റ്റ് കണക്ക് അതാണ്. അങ്ങനെ തേങ്ങ കുറച്ച് നല്ല ലൈഫ് ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് തേങ്ങ ഇട്ടിട്ട് അതിന് ശരി വെന്ത ബീഫില്ലേ അതിന് മൺചട്ടിക്ക് തന്നെ മിക്സാക്കിന്. അതിന് ശേഷം അതിലേക്ക് ഒരിത്തിരി കുരുമുളക്, ഒരിത്തിരി മസാല, ഗരം മസാല എല്ലാം വീണ്ടും വെറുതെ ഒരിത്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണോ, ലോ ഫ്ലെയിം ആക്കണ്ട. ഇങ്ങനെ പുക വാർന്നണ്ട ഇങ്ങനെയാണോ. എന്നിട്ട് പെരുംജീരകത്തിൻ്റെ പൊടിയില്ലേ കുറച്ചിൻ്റെ മുകളിലേക്ക് ലാസ്റ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പില്ലേ ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മാറ്റിച്ചാൽ മതി. അപ്പം നല്ല അടിപൊളി പത്തലിന്, കടുമ്പിന്, നെയ്പ്പത്തലിന്, പൂരിക്ക്, പൊറോട്ടക്ക് എല്ലാം പറ്റിയ ബീഫ് കറി റെഡിയാണ്. അപ്പോൾ നോക്കിയത് ഈ ബൗൾ നല്ല വാങ്ങില്ലേ. ഇതിൻ്റെ ഇടയ്ക്കൊരു പർച്ചേസ് ആകുമ്പോൾ ഇല്ലേ നമ്മളെ മൊഗ്രാലിൻ്റെ കാരി ഫ്രഷിന് വീങ്ങിയത് നല്ല മജയുണ്ട്. ചേല് കണ്ടിട്ട് തന്നെ വീങ്ങിയത്. വേറെ എന്തോ ഐറ്റംസ് വാങ്ങാൻ പോയത് ഓർഡറിൻ്റെ. പക്ഷെ പാത്രം കണ്ടെങ്കിൽ നമുക്ക് ഒരു എന്തോ ഒരു ഇതില്ലേ അത് കണ്ടിട്ടാകുമ്പോൾ പിന്നെ അത് മേങ്ങാതെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഈ 2 ബൗളും പിന്നെ ഒരു 2 ഡസന് ഗ്ലാസ് മേഞ്ഞിട്ടുണ്ട് കുപ്പിൻ്റെ. അങ്ങനത്തെ അല്ല കഥ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മോമോസിനുള്ളൊരു സോസ് ഞാൻ റെഡിയാക്കിന്. ഇതിലേക്കില്ലേ പിന്നെ മുളക്, പിന്നെ ചില്ലി ക്രഷ്, പിന്നെ സോസ്, കെച്ചപ്പ്, കുറച്ച് ഉപ്പ്. എന്നിട്ട് അതിന് ശേഷമില്ലേ ചൂടാക്കി ഓയിൽ മറ്റേ ചൈനീസ് സ്റ്റൈൽ തന്നെ ആക്കിയതാണ്. ഒലിവ് ഓയിൽ ഒരിത്തിരി ചൂടാക്കിയിട്ട് ഇതിലേക്ക് കൂട്ടി കൊടുത്തതാണ്. സോസെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ സോസാക്കി. അപ്പോൾ ദാബാൻ കൊടുക്കാനായിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ മുഹറം 9 നോമ്പ് തുറയാണ് ഇത്. മോമോസ്, ചക്കകളിട്ടത്, പിന്നെ സാദാ സർവത്ത്, പിന്നെന്താ കടുമ്പ്, ബീഫ് കറി എല്ലാം ഒരിക്കൽ ആളെയാക്കി ബയ്യാമ്പേനാവുന്നിട്ടില്ലേ എല്ലാം റെഡിയാക്കിയിട്ട് തന്നെ ടേബിളിൽ വെച്ചിന്. അങ്ങനെ ഫ്രൂട്ട്സും കട്ടിങ്ങും കാര്യങ്ങളായിട്ട് അൽഹംദുലില്ലാ അങ്ങനെ 1ാമത്തെ നോമ്പ് തുറന്നു. അപ്പോൾ ഇതെന്ത് കഥയെന്ന് അറിയോ, ഇത് ഞാൻ ഓൺലൈനിൽ പഠിച്ചിട്ടിങ്ങനെ കുറേ ആൾ ഇതിനെ ചോദിച്ചിട്ടുണ്ടായി ലിങ്കിനെല്ലാം. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ലിങ്കെല്ലാം ഒട്ടിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടിയവർ ഇൻസ്റ്റയിൽ പോയിട്ട് ഓർഡർ ആക്കി ചീപ്പ് റേറ്റിന് ഏകദേശം ഒരു 300 സംതിങ് 400 സംതിങ് ഞങ്ങൾക്ക് ഓർമ്മയില്ല, അത്ര തന്നെ ഉണ്ടായിരുന്നു റേറ്റ്. അങ്ങനെ അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് തോന്നുന്നു. പിറ്റേ ദിവസം മുഹറം 10 വീഡിയോ ആരും അച്ചാർ ചോദിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ അച്ചാറെല്ലാം ടിന്നിലാക്കിയിട്ട് കൊടുത്തിന്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇത് ഏട്ടത്തിൻ്റെ പുരയിൽ. ഇത് സംഭവം ഭയങ്കര ഉണ്ട് പറയാൻ. ഇതിൻ്റെ ഇടയിൽ എന്തെല്ലോ നിങ്ങൾ കാണും. ഞാൻ അപ്പോൾ അടുത്ത സ്റ്റോറി പറയുന്നതാണ്. മുഹറം 10 എന്നില്ലേ പിന്നെ അനിയത്തിക്ക് മദ്രസില്ല, സ്കൂളിൽ പിള്ളേർക്ക് മദ്രസയില്ല സ്കൂളില്ലാന്ന് തോന്നുന്നു. ആ ഒരു ദിവസം നല്ല മഴ ഉണ്ടായിന്. അങ്ങനെ ഓളെന്താക്കി കരക്കരായിട്ട് കഴിഞ്ഞില്ല എന്നിട്ട് ഏട്ടത്തിൻ്റെ ഇട പോയിട്ടുണ്ടേ നോമ്പിന്. അങ്ങനെ ഏട്ടത്തിൻ്റെ ഇട പോയിട്ടാകുമ്പോൾ ഓളെന്താക്കി അവിടെ നിൽക്കാൻ പോയിന്. രാത്രി ഓളൊരു ഫോട്ടോ ഇട്ടിന് ഏട്ടത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ടുള്ള. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ എന്തായാലും പോകണമെന്നിട്ടില്ല. ഞാൻ പിറ്റേ മുഹറം 10 നോമ്പറക്കുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അവരോട് പറയണ്ട സർപ്രൈസായിട്ട് പോവാം. ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഐറ്റംസ് എല്ലാം നമ്മൾ തോന്നി ഇതെല്ലാകുമ്പോൾ പിന്നെ നോമ്പറിൻ്റെ മാത്രമല്ലേ വേണ്ടി. എന്നിട്ട് ഞാൻ എന്താക്കി മെല്ലെ പോയി അറിയാണ്ട് പോയിട്ടാകുമ്പോഴേക്കല്ലേ എനിക്ക് ഓറ് തന്ന സർപ്രൈസ് അതിനാട്ടി വലുതായി പോയി അറിഞ്ഞാൽ. ഒരു അനിയത്തി അവിടെ ഉണ്ടായിരുന്നു. ഓളെ കണ്ടിട്ടില്ലേ. പിന്നെ ഒരു അനിയത്തിയും 2 ആളും ഇല്ലേ എയിലെ ബന്ധേന്ന് അറിയിച്ചില്ല. ഞാനവിടെ പോയിട്ട് കയറുമ്പോൾക്ക് അനിയത്തിൻ്റെ പിള്ളമാരെല്ലാം ഉണ്ട് പുറത്ത്. ഞാൻ എന്ത് കഥ നോക്കുമ്പോഴേക്ക് എല്ലാം നിന്നറിഞ്ഞ. അങ്ങനെ മസാല പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു സമാധാനമായി മനസ്സ്. കുറേ ദിവസമായിട്ടാണ് നമുക്കിങ്ങനെ മനസ്സൊന്ന് തുറന്നിട്ട് ഒരു വിഷം പറഞ്ഞിട്ട് ഒരു ചിരിച്ചിട്ട് ഒരു ലൈറ്റ് ഒരു വിഷം പറഞ്ഞിട്ട് അവർ സമാധാനമാകുന്നില്ലേ. അങ്ങനെ ഇപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് ഏട്ടത്തിയനിയത്തിമാരെല്ലാം. ഒരു ഏട്ടത്തില്ലാന്ന് തോന്നുന്നു. സീനെന്തോ ഇല്ല ഞാൻ തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. കുറേ ദിവസമായില്ലേ. അങ്ങനെ ഞാൻ നോമ്പല്ല തുറന്നിട്ട് പിറ്റേ ദിവസം നോമ്പില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ശനിയാഴ്ച. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് സന്തക്ക് പോയിട്ട് അവധിയൊക്കെ സന്തക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം. അവിടെ പോയിട്ടാകുമ്പോൾ വെറുതെ ഒരു മജ. പണ്ടത്തെ സാധനം ഇങ്ങനത്തെ ഉള്ളത് എന്നാലും ഒരു കാണാൻ ഇങ്ങനെ ഒരു നടക്കാനല്ലോ ഒരു മജ. അങ്ങനെ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ഞങ്ങൾ പണ്ടേ ബൽക്കി മംഗലഞ്ഞ പാടന്നെ നമ്മൾ ചെറിയ പിള്ളമാരുണ്ടാകുമ്പോൾ അടക്ക് നിൽക്കാൻ പോകും. അവിടെ എല്ലാവരും നമ്മളെ ഫ്രണ്ടാണ്. ബൽക്കിൻ്റെ ഇച്ചാൻ്റെ മോള് റൂബിയും പിന്നെ മച്ചുഞ്ചിൻ്റെ മക്കളും
റിഷാൻ, റെനു, രേച്ചു, അങ്ങനെ എല്ലാം കുറേ ആളുണ്ട്. ഉപ്പി ഓരോ ഫാമിലി എല്ലാം ഇങ്ങനെ പതിയെടുക്കത്ത ഓരെല്ലാം ഞമ്മ ഫ്രണ്ടാകുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിൽക്കാൻ പോയെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും വേറൊരു മജന്നട പോകുന്നത്. രാത്രി ഉറങ്ങലില്ല, ഞങ്ങൾ ഉറങ്ങാണ്ട് വിഷയാക്കും രാവിലെ വരെ. അതെല്ലാം ഒരു കാലമെന്ന് പറയാം. എന്തോ ഒരു മജ അതെല്ലാം ഇരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയിട്ടില്ലേ, അനിയത്തിമാർ ചെല്ലുന്നുണ്ട്, നിൽക്കല്ലോ ഓർഡറിൻ്റെ ഐറ്റംസ് എല്ലാം വേണ്ടിയത്, നീ വേണ്ടിയതെല്ലാം മേങ്ങിക്കും. ഞങ്ങൾ വെറുതെ അതിൻ്റെ ബാക്കിൽ നടക്കുന്നത്. ഞാനെന്തെല്ലാം മേങ്ങിയിട്ടേ, പച്ചക്കറിയും അതും ഇതും ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെ എന്തെല്ലാം ഓർഡറിന് വേണ്ട ഐറ്റംസ് ഞാൻ സാധനങ്ങളെല്ലാം നിങ്ങൾ പൊടിച്ചെങ്കിൽ ജ്യൂസ് ചെയ്ത് തരാം. അതില്ലേ 2 അനിയത്തിമാരെ ഇടവും ബലമാക്കിയിട്ട് കൊണ്ടുപോയി. 2 ആളല്ല 3 ആളുണ്ടായി. 3 ആൾ. അപ്പോൾ എല്ലാം മസാല എല്ലാവരും തന്നെ പൊടിച്ചിന സാധനങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മേങ്ങിയിട്ട് പിന്നെ പച്ചക്കറി പിന്നെന്തിപ്പോൾ മേങ്ങിയ പിള്ളേരൽക്കുലത്ത് പോയിട്ട് അവിടെ പുരത്തുമ്പോൾ പൊളിക്കുന്ന ഐറ്റംസ് എല്ലാം ഇല്ലേ, അതെല്ലാം മെയിനാണ്. പിന്നെ ഇങ്ങനത്തെ ചെറിയ പയർ വർഗ്ഗങ്ങൾ, മറ്റേ ഇങ്ങനത്തെ വെളുത്തുള്ളി, മറ്റേ കുറച്ച് എന്തെല്ലാം സോയാബീനല്ല ഞാൻ മെയിൻ. അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോയാബീൻ്റെ ഒരു നല്ലൊരു റെസിപ്പി ഞാൻ കണ്ടിന്, അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എപ്പോൾ ഉണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും, ഏത് ടൈമിൽ നിന്നൊന്നും അറിയില്ല, മെയിൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം മേങ്ങിയതിന് ശേഷമില്ലേ, പിന്നെ ഞമ്മക്ക് ഇങ്ങനെ ഒക്കത്തെ കൂടിയെങ്കിലേ കഥ പറച്ചല്ലേ, കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കൽ മേങ്ങുന്നതാണ്. അങ്ങനെ ആ ഫ്രൂട്ട്സ് മാങ്ങ, പേരക്ക, മറ്റേ റംബുട്ടാൻ, ഡ്രാഗണ്, മറ്റേ കിവി ഉണ്ടായിന്, ലിച്ച അതെന്തോ ഉണ്ടായിന്, അതെല്ലാം മേങ്ങിയതിന് ശേഷമില്ലേ, അതെല്ലാം മേങ്ങിയതിന് ശേഷം ബൈലോട്ട് വരുമ്പോൾ കുറേ 2-3 നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കണ്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ പതിരക്കത്തെ. അങ്ങനെ അവരെല്ലാം കാണുമ്പോൾ സന്തോഷം. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ അഫ്സലൂഷൻ്റെ ഒരു ബോർഡ് ഭയങ്കര സന്തോഷമായി അറിഞ്ഞാൽ. നിങ്ങളെ കുട്ടിക്ക് മാത്രമായിട്ട് ഒരു ടീച്ചർ എന്നിട്ട് ഇങ്ങനെ ബോർഡ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ അഫ്സലൂഷനല്ലോ എന്ന്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ജ്യൂസെല്ലാം കുടിച്ചിട്ട് എഴുന്നേരം നമ്മളെ സ്വന്തം കഫിക്സ് തന്നെയാണ് കുടിച്ച്. അടുത്ത ഫുഡിൻ്റെ ഇത് പറയണമെന്നിട്ടില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ 2ാമത്തെ ഔട്ട്ലെറ്റ്, ഇത് ഫസ്റ്റത്തെ ഔട്ട്ലെറ്റ്, 2ാമത്തത് കുമ്പളയിലും വന്നിട്ടുണ്ട്. അടുത്തും അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സ്ട്രിപ്സ് എല്ലാം കഴിച്ചിട്ട് ജ്യൂസെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത നേരെ എടുത്തിനിടെ പോയി തന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം എല്ലാവരും വന്നതാണ്. അങ്ങനെ നമ്മൾ പെരക്ക് വന്നിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് നല്ലൊരു മൂടൊരു പണിയെടുക്കാനില്ലെങ്കിലേ കിച്ചണെല്ലാം നല്ല നീറ്റാക്കിയിട്ട് പോയിനെ ഞാൻ ഇടത്തിനിടെ പോകുമ്പോൾ. വന്നിട്ടാകുമ്പോൾ ഇത് ഒരു മെസ്സി ആയിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഞാൻ ഇങ്ങനെ നോട്ടോടുന്ന ക്ലീൻ ആക്കണമല്ലോ. പക്ഷെ നമുക്കൊരു മൂഡ് വരുന്നില്ല. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ വെച്ചിട്ട് പെൻഡിങ്ങിലുണ്ടായി. അങ്ങനെ കുറച്ച് ടിന്നും കാര്യങ്ങളെല്ലാം പുതിയ മേങ്ങിയിട്ട് വെച്ചതെല്ലാം ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈടെല്ലാം ഒന്ന് കാലിയാക്കിയിട്ട് നമുക്ക് പുതിയ ടിന്നെല്ലാം കയറ്റാന്നിട്ടില്ലേ, ഫുള്ളെടുത്തിട്ട് ഇത് സംഭവമില്ലേ എഴുതുന്നതായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് പുള്ളന്മാരെ ഡ്രസ്സ് വെക്കുന്ന കബോർഡില്ലേ ചെറിയ ബേബിൻ്റെ, അതിൻ്റെ കവർ ഊരിയതിൻ്റെ ബാക്കി ഉള്ളിലത്തെ സംഭവമാണ് ഇതറിഞ്ഞാൽ. അതിൻ്റെ പകുതി ഇടോ വേണം. അങ്ങനെ ഞാൻ തുടച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം നമ്മളെ ടിൻ ഐറ്റംസ് എല്ലാം മുകളിൽ നിന്ന് അവിടെ കൊടുത്തിട്ട് എല്ലാം അതാത് സ്ഥലത്ത് ഞാൻ ഇത് അത് എടുക്കുന്നിട്ട് ഇങ്ങനെ വേറെ ആക്കിയിട്ടാകുമ്പോൾ മുകളിൽ പകുതി താഴെ പകുതിയെല്ലാം എന്നിട്ടില്ലേ ഞാൻ മുമ്പത്തെ ടിന്നിനെല്ലാം ക്യാൻസലാക്കി. ഇപ്പോൾ കുറച്ച് പായതായിട്ടുള്ള പോലത്തേനെല്ലാം എന്നിട്ട് പുതിയ എന്നെ വെക്കാലല്ലോ. പിന്നെ പുതിയതൊന്നും കണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പായത് പിന്നെ ഞങ്ങൾക്ക് കണ്ണിലേക്ക് തരം പിടിക്കുകയില്ല, പുതിയത് തന്നെയാണോ. അങ്ങനെ ഞാനും തന്നും ഉണ്ട് എന്നെ ഹെൽപ്പാക്കാൻ. അങ്ങനെ തന്നും ഞാനും ഒത്തിട്ട് ഇങ്ങനെ വിഷം പറഞ്ഞുകൊണ്ട് ടിന്നിലെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ടൈം ഏകദേശം ഒരു വൈകുന്നേരം ആയാൽ അത്രയൊന്നും ഓർമ്മയില്ല. കുറേ സേവ് വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ നമുക്കില്ല പുതിയ ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കുമ്പോൾ ഒരു ഭയങ്കര എനർജി അല്ല. അപ്പോൾ ഞാനിതാ മുമ്പത്തെ ടിന്ന് വെള്ള പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാര്യമായിട്ടുണ്ടായി, എല്ലാം കയറ്റിച്ചിന്. ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്നാകെ കിച്ചണ് വലിച്ചിട്ട് വാരിയിട്ട് പോകാനൊന്നും നിൽക്കുന്നില്ല. അതപ്പോൾ കുറേ ടൈമാണ്. പിന്നെ കാല് കടിച്ചാലായി, പിന്നെ ഞങ്ങൾക്ക് ഒരു മടുമ്പ് കടിച്ചാലൊരു പ്രശ്നമുണ്ട്. കുറേ നേരം കിച്ചണിൽ നിന്നെങ്കിൽ ഭയങ്കര മടുമ്പ് ഇങ്ങനെ ഇതാകുന്ന പോലെ ചുട്ടു പറിക്കും പോലെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കാൻ കുറച്ചുകൊണ്ട് വരില്ലാന്ന്. അപ്പോൾ ഞാൻ ബെമ്പിയെ കാലിയായിട്ട് ഇങ്ങനെ ഇല്ല അത്ര കാലിയായതിനെ 4 2 കയറ്റി വെക്കും. മുമ്പെല്ലാം ഫുള്ളൊന്നാകെ ടിന്ന് കയറ്റെടുക്കലാണ് നമ്മൾ നോമ്പിനെല്ലാം ക്ലീൻ ആക്കുമ്പോൾ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓരോരു ഭാഗം ബാച്ചായിട്ട് ക്ലീൻ ആക്കും. അതുകൊണ്ട് മസാല ഇപ്പോൾ ക്ലീനിങ്ങും ഉണ്ട്, നല്ല ക്ലീനും ഉണ്ട്. ക്ലീൻ ആക്കാൻ നമുക്ക് അത്ര കച്ചറയാലും പോകാനൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരു ഓർഡറെല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ ചെല്ലണ്ട കഥ, അത് വേറെ.
അങ്ങനെ. പിന്നെ ഇത് എപ്പോൾ എടുത്ത വീഡിയോ എന്ന് പറയാം, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇടിയപ്പം, പാല്, പിന്നെ ബീഫ് കറി, ചിക്കൻ കറി, അങ്ങനത്തെ തന്നെ ഒരു ഓർഡർ ഉണ്ടായി, അതിൻ്റെതാണ്. അപ്പോൾ എന്ത് ഓർഡർ എടുത്തിട്ട് ലാസ്റ്റ് ഫൈനലി ഒരു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊരു തനാസ് കിച്ചൻ്റെ സ്റ്റിക്കറെല്ലാം ഒടിച്ചിട്ടാകുമ്പോഴേക്കില്ല ഒരു വേറെ ഒരു എനർജിയാണെന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ്. അങ്ങനെ ഓർഡറിൻ്റെ ആൾക്ക് മിന്നു അവിടെ പുറത്തേക്ക് കൊണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയോ പുറത്ത് പോയിന്. എവിടെ പോയത്, എന്തിനു പോയത്, എന്താ പോയത് ഒന്നും ഓർമ്മയില്ല. എന്തിനു പോയപ്പാ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അതാ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നല്ല ചുവന്ന റംബൂട്ടാനും ഉണ്ട്. അപ്പോൾ ഓരോരോ സീസണിൽ നമുക്ക് ഓരോരോ ഫ്രൂട്ട്സുകൾ ഇഷ്ടവും. മാങ്ങാൻ്റെ സീസണിൽ ഭയങ്കര ഇതിൽ മാങ്ങ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും. മാങ്ങ എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണല്ലേ, മാങ്ങ അല്ലെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റംബൂട്ടാൻ ഏടെ കണ്ടെങ്കിൽ റംബൂട്ടാൻ, മാംഗോസ്റ്റി, പിന്നെ കിവി, ലിച്ചി അതെല്ലാം മേങ്ങും ആ ഒരു സീസൺ ആകുമ്പോൾക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം നല്ല അട്ടമഴ വരുന്നുണ്ട്. മഴ അങ്ങനത്തെ മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തോ കിച്ചണിൽ പണിയിലുണ്ട്. പക്ഷേ മഴൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വലിയ പഞ്ഞോട് വന്നതാണെന്ന് പറഞ്ഞാൽ മഴനെ കാണുമ്പോൾ എന്തെന്ന് അറിയുന്നില്ല, എന്തോ ഒരു മനസ്സിക്കൊരു സമാധാനം, ആ ടെൻഷന്, ബേജാറും സങ്കടവും എല്ലാം പോന്നി മഴ കാണുമ്പോൾ. ഇങ്ങനെ മഴനെ നോക്കി നിൽക്കും. കുറേ ടൈം മഴ വരുന്നത് ഞാൻ കുറേ ടൈം അവിടെ നിൽക്കും. അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക്. അങ്ങനെ കുറേ ടൈം മഴയെല്ലാം നോക്കിയിട്ട് വന്നിട്ടില്ല, നല്ല ഫ്രഷ് കറിവേപ്പെല്ലാം പറിച്ചുകൊണ്ട് വന്ന് കുടയും കൊണ്ട് പോയി ഞാൻ പറിച്ചുകൊണ്ട് ഇല്ല, ഞാൻ കറിവേപ്പില പറയാൻ പിള്ളേർ അയക്കൽ. എന്നിട്ട് നല്ല നാടൻ സ്റ്റൈൽ തന്നെ ചോറും കറിയും ഉണ്ടാക്കിയെന്ന്. പരിപ്പും മറ്റേ മുരിങ്ങ കൊമ്പുട്ട കറിയും, പിന്നെ ഒരു പയറ് വറവും, മീൻ ഫ്രൈയും, പപ്പടവും, പിന്നെ ഒരു മാങ്ങാൻ്റെ ഒരു നല്ലൊരു ഉപ്പിനെണ്ണയാക്കി മുളക് മറ്റേ ഗ്യാസിൽ കാണിച്ചിട്ട് മറ്റേ ഇത് ചുട്ടിട്ട് മാഷാ അല്ലാഹ് നല്ല അടിപൊളി ഫുഡായി. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷമില്ലേ. പിന്നെ നമുക്ക് പറയാനുണ്ടെന്ന് പറയുമോ, നിങ്ങൾ വീഡിയോ കാണുന്നു മാഷാ അല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കല്ല ഒരു പകരം നമ്മൾ അറിയുന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഇട്ടെങ്കിൽ നല്ല പൊലിസാന്നിട്ടില്ല അങ്കരക്കരാന്നിട്ട് കുറേ കമൻ്റ് ഉണ്ട്, പേഴ്സണലെല്ലാം കേൾക്കലുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോ നോക്കിയെങ്കിൽ മാത്രം പോരാ, ലൈക്ക് കൂടണം, എന്തെങ്കിലും കമൻ്റ് ആയിട്ട് വേണം. അതിനുള്ള റിപ്ലൈ എല്ലാം ഞാൻ തരാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, ഫുഡിൻ്റെതാ അല്ല വേറെ എന്ത് റെസിപ്പിൻ്റെതാ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടോ ഞാൻ ക്ലിയർ ആക്കി തരും. ഓക്കെ, നിങ്ങളെ കുറേ കമൻ്റെല്ലാം കാണുമ്പോൾ നമുക്ക് വീഡിയോ പിന്നെയും ചെയ്യാനൊരു ഒരു ത്വരാന്നല്ലേ, ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇല്ലേ ലൈക്ക് കൂടണം, കമൻറ്റ് കൂടണം. ഓക്കെ, ഞാൻ കമൻ്റെല്ലാം ഇങ്ങനെ വായിക്കാം. പിന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു നിങ്ങൾ ഡൗട്ടെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വേണമെങ്കിൽ കമൻ്റൊക്കെ അത് ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് എല്ലാം അയച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എല്ലാം ആക്കിയിട്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് കുറേ കമൻ്റെല്ലാം അതിൻ്റെ അടിയിലെല്ലാം കാണുമ്പോൾ ഒരു നല്ലൊരു സമാധാനം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.